ബിഗ് ബോസിന് ശേഷം ഉദ്ഘാടനങ്ങളും അഭിനയവും പ്രൊമോഷൻ വർക്കുകളും എല്ലാം തിരക്കിലാണ് രേണുസുതി. അതിനിടയിൽ ചില വിവാദങ്ങളും വിട്ടൊഴിയാതെ ഒപ്പം തന്നെയുണ്ട്. നെഗറ്റീവ് ഇമേജ് രേണു മാറ്റിയെടുത്തത് ബിഗ് ബോസിൽ പോയതോടെയാണ്. 7ാം സീസണിൽ പങ്കെടുത്ത മത്സരാർത്ഥികളിൽ ബിഗ് ബി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളായവരിൽ ഒരാളും രേണുവാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ താരം ഫേസ്ബുക്കിൽ തനിക്കെതിരെ നിറയുന്ന അശ്ലീല പരാമർശങ്ങൾക്കും മോശം കമൻറ്റുകൾക്കും എതിരെ പ്രതികരിക്കുകയാണിപ്പോൾ. ഫേസ്ബുക്കിൽ താൻ ആക്റ്റീവല്ലെന്നും എന്നാൽ കഴിഞ്ഞ ദിവസം വെറുതെ താനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിയെന്നും രേണു പറയുന്നു. അശ്ലീല കമൻറ്റുകളും തെറികളുമാണ് താനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്കെല്ലാം താഴെ ഉള്ളതെന്നും മരുന്നിന് പോലും പോസിറ്റീവ് കമൻറ്റ് കണ്ടില്ലെന്നും രേണു പറയുന്നു. ഇൻസ്റ്റാഗ്രാമിലെ കമൻറ്റുകൾ ഞാൻ നോക്കാറുണ്ട്, ചിലതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. എനിക്ക് അവന്മാരെ അറിയാം, ആരാണ് എന്താണെന്നൊക്കെ. പക്ഷേ ഫേസ്ബുക്കിലെ തൻ്റെ വീഡിയോ ഇന്നലെയാണ് ഞാൻ ആദ്യമായി നോക്കിയത്. കമൻറ്റ് ബോക്സ് നോക്കിയിരുന്നു. ഫേസ്ബുക്കിൽ തന്നെ അറിയാത്ത കുറേ അമ്മാവന്മാരും അമ്മായിമാരും ഇരുന്ന് തെറിവിളിയാണ്. ഇന്നലെയാണ് ഫേസ്ബുക്കിലെ കമൻറ്റ് ശ്രദ്ധിക്കുന്നത്. അതിനു മുമ്പ് വരെ ഫേസ്ബുക്ക് അധികം നോക്കാറില്ലായിരുന്നു. ഇൻസ്റ്റയിൽ ഇടുന്നത് നേരിട്ട് ഫേസ്ബുക്കിലേക്ക് പോകുമെന്നും എനിക്കറിയാമായിരുന്നു. ചുമ്മാതെ ഇന്നലെ ഒന്ന് സമയം കളയാൻ വേണ്ടിയാണ് ഫേസ്ബുക്ക് നോക്കിയത്. ഇവർക്കൊന്നും ഒരു പണിയുമില്ലെന്ന് ഞാൻ ചിന്തിച്ചു. എന്നെ ഒട്ടും അറിയാതെ മനുഷ്യർ തെറിയോട് തെറിയാണ്. നിങ്ങൾ ആരെങ്കിലും ഞാൻ വന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതോ നിങ്ങളുടെ അമ്മയോ അച്ഛനോ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. താൻ എനിക്ക് വഴിക്ക് പോകുന്നു. ആരുടെ അടുത്ത് വന്നും ഞാൻ പൈസ ചോദിക്കുന്നില്ല. ഒരുപാട് പേർ എന്നെ സഹായിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഫേസ്ബുക്കിൽ ഒന്നിനും ഞാൻ വരാറില്ല. പക്ഷേ ഫേസ്ബുക്കിൽ എല്ലാം മോശം കമൻറ്റുകളാണ്, ഒരു നല്ല കമൻറ്റ് പോലുമില്ല. ഞാൻ ആകെ ഞെട്ടി. ഇവർക്കൊക്കെ എന്താണ് ഞാൻ ദ്രോഹം ചെയ്തതെന്ന് ആലോചിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ പക്ഷേ നല്ല കമൻറ്റുകൾ ഏറെയും. എനിക്ക് തോന്നുന്നത് വേലയും കൂലില്ലാത്ത അമ്മായിമാരാണ് ഫേസ്ബുക്കിൽ കമൻറ്റിൽ നിന്നും രേണു പറയുന്നു. തനിക്കെതിരെ നിറയുന്ന ചീത്ത കമൻറ്റുകൾക്കെതിരെ പ്രതികരിച്ചതും നെഗറ്റീവ് കമൻറ്റാണ് രേണുവിന് ഏറെയും വന്നത്. മറ്റുള്ളവരെ അമ്മായെന്ന് അമ്മാവന്മാരെന്ന് വിളിക്കുമ്പോൾ രേണു വല്യമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം. രേണുവിൻ്റെ കോമാളിത്തരങ്ങൾ പൊതുവേദികളിൽ കാണിക്കുമ്പോൾ കണ്ടിരിക്കുന്നവർ പൊട്ടന്മാരല്ല അഭിപ്രായം പറയും. ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ ഫോണിൽ നീ വരാതിരുന്നാൽ പ്രശ്നം അവസാനിക്കും. വേലയും കൂലിയും ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന അമ്മാവന്മാർ ഉള്ളതുകൊണ്ടാണ് മാടത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നത്, അത് മറക്കരുത് എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ. തന്നെ പിന്തുണയ്ക്കുന്ന ആരാധകരെക്കുറിച്ചും രേണു സംസാരിച്ചു. എന്നെയും ഒരുപാട് പേർ സ്നേഹിക്കുന്നുണ്ട്. സുധിച്ചേട്ടൻ്റെ ഫാൻസും എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്കുണ്ടെങ്കിൽ അതല്ലേ ഇങ്ങനെ നിൽക്കാൻ കഴിയുകയുള്ളൂ. വെറുതെ കുറേ അഹങ്കാരവും ജാടയും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അവരെ ഫാൻസ് എന്ന് ഞാൻ പറയാറില്ല, എൻ്റെ ഹൃദയത്തിലെ സ്നേഹിതർ എന്ന് വിശേഷിപ്പിക്കാനാണ് ഇഷ്ടമെന്നും രേണുസുതി പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.